ഒരു വീടെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെയും ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹേനെ ഒരു വീടെടുക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാ ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 2 വർഷമായി. എൻ്റെ ഈ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഹോം ടൂർ കാണിക്കുമോ എന്നുള്ളതാണ്. വീഡിയോ ഒക്കെ ഞാൻ എന്നോ എടുത്ത് വെച്ചിന്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലേനെ. അപ്പോൾ എന്തായാലും ഞാൻ ഹോം ടൂർ കാണിക്കണതിൻ്റെ മുന്നായിട്ട് എനിക്ക് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ കാണിക്കണം എന്നുണ്ടേനെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഹൗസ് വാമിങ്ങിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ വീടെടുക്കണതിൻ്റെ മുന്നേ തന്നെ ഒരു സ്കെച്ചാണ്. അതാണ് ഈ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ മുറ്റം തീരെ കുറവാണ്. ഒരു 6.25 സെൻറ്റിലാണ് ഈ വീടുള്ളത്. വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞ് അടുത്ത ഘട്ടം കുറ്റിയടിക്കലാണ്. നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ കുറ്റിയടിച്ച് പിറ്റേന്ന് തന്നെ ബാക്കി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്താണ്. തറൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഈ കാണുന്ന രൂപത്തിലെത്തി. അങ്ങനെ വീട് പണി നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാലം പണി നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാ ഇപ്പോൾ കാണുന്ന ഈ ലെവലിലെത്തി. ഇതിപ്പോൾ ഹൗസ് വാമിങ്ങിനും വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തും പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. ഉള്ളിലത്തെ പണിയല്ല, പുറത്ത് മുറ്റത്തൊക്കെ കുറച്ച് പണികളും ചെടീൻ്റെയും ഒക്കെ പണികളൊക്കെ ഉണ്ടേനി. ഇതൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം എന്തായാലും അത് നമ്മളെ കയ്യിൽ എത്തിപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എൻ്റെ മുന്നിലുള്ള തെളിവാണ് ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ. എനിക്ക് നിങ്ങളോട് ഈ ഒരു ഹൗസ് വാമിങ് കാണിക്കുന്ന കൂടെ തന്നെ ഈ സ്ഥലം വാങ്ങാനും ഇവിടെ വീടെടുക്കാനും ഉണ്ടായ ആ ഒരു കഥ ഉണ്ട് അതിൻ്റെ പിന്നിൽ. അതെന്തായാലും എനിക്ക് ഇവിടെ പറയണം എന്ന് തോന്നുകയാണ് ഇപ്പോൾ. അത് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഹോം ടൂർ കാണിക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇട്ടത്. ഇത് ഇക്കാക്കൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പാടം കയറുന്ന കര അഥവാ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ഞാനൊരു വീട് എടുക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് റോഡ് വേണം, നല്ല വെള്ളം വേണം. ഈ ഒരു 2 കാര്യങ്ങൾ മാത്രമേ എവിടെ ആയാലും പ്രശ്നമില്ല. വണ്ടി പോകാനുള്ള റോഡും അതുപോലെ നല്ല കുടിവെള്ളം കിട്ടണ ഒരു സ്ഥലവും ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടേനെ. അപ്പം ഞങ്ങൾ ഈ വഴിയിലൂടെ ഇങ്ങനെ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ സമയത്ത് ഈ സ്ഥലം ഒരു തെങ്ങുകളും ഒക്കെ ഉള്ള ഒരു കാലിത്തൊടിയാണ്. അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ആരതാണ് ഈ സ്ഥലം, നല്ലൊരു സ്ഥലമാണല്ലോ, ഇവിടെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്, റോഡും ഉണ്ട് 2 സൈഡിലും, ഈ സ്ഥലം കിട്ടിയാൽ എത്ര നന്ദിനില്ലേ. ഇങ്ങനെ എപ്പോൾ ഇതിലേ പോകുമ്പോഴും ഇങ്ങനെ പറയും കേട്ടോ. ഒരു വീട് വേണം ഭയങ്കരമായിട്ട് ചിന്തിക്കണ ഒരു സമയേനെ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ സ്ഥലം കണ്ടതിൻ്റെ ശേഷം ഞാനിങ്ങനെ സ്വപ്നം കാണും. അഥവാ ഉറക്കത്തിലല്ല കേട്ടോ, ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിലിങ്ങനെ സ്വപ്നം കാണും ഈ ഒരു സ്ഥലത്ത് വീടെടുക്കണതും അതുപോലെ ഈ വീടെടുത്ത് കഴിഞ്ഞ് വീടിൻ്റെ കിച്ചണിൽ നിന്നിട്ട് ഞാൻ പണിയെടുക്കണതും അതുപോലെ ഡൈനിങ്ങിൽ ടേബിൾ മേലിരുന്ന് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കാണും നിരന്തരം. അത് ഞാൻ എന്താ പറയുക, ഞാൻ തന്നെ അറിയാതെ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ച് പോണതാക്കി അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ ഈ ഒരു സ്ഥലത്ത് വീടെടുക്കണതും അതും ഇതൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ അറിയാതെ ഞാൻ തന്നെ അറിയാതെ ഞാൻ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി ഇങ്ങനെ കാണുകയാണ്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ വേറൊരു സ്ഥലത്ത് അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. പൊതുവേ ഞാൻ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വേണമെന്നോ എന്തെങ്കിലും അത്രയും എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു സ്വഭാവമാണത്. ഞാൻ അതിനെപ്പറ്റി പിന്നെ ഇങ്ങനെ നിരന്തരം ആലോചിച്ചു കൊണ്ടേയിരിക്കും. ഇക്കാക്ക് പോണതിൻ്റെ മുന്നേ എങ്ങനെയെങ്കിലും ഒരു സ്ഥലമൊക്കെ വാങ്ങണം വീടെടുക്കാനെന്നൊക്കെ ഉണ്ടേനി കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു പ്രാവശ്യം ഇക്കാക്ക് പോണതിൻ്റെ മുന്നേ സ്ഥലം എടുക്കാനും ഒന്നിനും കഴിഞ്ഞില്ല. അങ്ങനെ ഇക്കാക്ക് പോകാൻ ഒരാഴ്ച മാത്രമുള്ള സമയത്ത് ഇക്കാക്ക് പറഞ്ഞു ഇനിയിപ്പോൾ ഈ പ്രാവശ്യം സ്ഥലം എടുക്കലൊന്നും നടക്കൂല, ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇക്കാക്ക അങ്ങാടിയിൽ ഇരിക്കുന്ന സമയത്ത് ഇക്കാക്കൻ്റെ അറിയണ ഒരാൾ ബ്രോക്കറുമാണ് വന്നിട്ട് പറഞ്ഞു ഒരു സ്ഥലമുണ്ട്,
എനിക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഇനി ടൈമില്ല പോവാനായി എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക് പറ്റുമെന്ന്, പറ്റുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇക്കാക്കനെ കൊണ്ടുവന്നത്. ഞങ്ങൾ നിരന്തരം ഈ സ്ഥലം കിട്ടിയാൽ കുഴപ്പമില്ലേനിന്ന് പറഞ്ഞ് ഈ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ പിന്നെ ഇക്കാക്ക രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. ഇക്കാക്ക അപ്പം തന്നെ ഓക്കെ പറഞ്ഞ് സ്ഥലത്തിന് ടോക്കൺ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഇത് ഉറപ്പിച്ചു. ഇക്കാക്ക ഈ ഒരു കാര്യം വന്ന് എന്നോട് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിനി. ഈ ഒരു സ്ഥലം ഞങ്ങൾ ഓരോട് പോയിട്ട് വിൽക്കുമെന്ന് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു സ്ഥലം ഞങ്ങളെ തേടി ഞങ്ങളടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര അത്ഭുതമൊക്കെ ആയിട്ട് തോന്നിയിനി. അപ്പോൾ ഞാൻ അങ്ങനെ അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് പറ്റൂല, നമ്മളെ കൊണ്ട് കഴിയൂല, നമുക്കത് കിട്ടൂല എന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മളത് അത്രക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പടച്ചോന് നമ്മളെ കയ്യിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം ഇപ്പം അടുത്ത കാലത്തൊന്നും സാധിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേനി. ഞങ്ങൾ ഈ വീട് കുടിയിരിക്കൽ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലേനി ഞങ്ങൾ എടുത്ത വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു എന്താ പറയുക, അതങ്ങോട്ട് മനസ്സിലേക്ക്. കാരണം നമ്മൾ പെട്ടെന്നൊന്നല്ല കേട്ടോ വീടെടുത്തത്, സ്ഥലം വാങ്ങി അത് കഴിഞ്ഞതിൻ്റെ ശേഷം കൊറോണ വന്ന് അതിൻ്റെ ഇടയിൽ കുറേ നിർത്തി വെച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതെന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് പോലും ഒരു വീട്ടിലേക്ക് താമസം മാറുമെന്ന് വിചാരിച്ചിട്ടില്ലേനി. എന്തായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങളിപ്പം താമസിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ്. വീടെടുക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബോ ചാനലോ ഒന്നും ഇല്ലേനി. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായപ്പോൾ ഈ ഒരു കാര്യം ഇതിലൂടെ അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ ഈ ഹൗസ് വാമിങ്ങും ഒക്കെ ഇങ്ങനെ ഇതിൽ കിടക്കട്ടെ എന്ന് തോന്നി. ഹൗസ് വാമിങ്ങിൻ്റെ മുഴുവൻ വീഡിയോ ഒന്നുമില്ല, ചില ഭാഗങ്ങൾ മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് എടുക്കും, ചില ആൾക്കാർ നെഗറ്റീവായിട്ടായിരിക്കും. അങ്ങനൊന്നും ആഗ്രഹിച്ചാൽ കിട്ടൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എന്തായാലും നിങ്ങളൊരു തോട്ട് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.